നയിക്കാൻ നല്ലൊരു നേതാവില്ലാത്ത UDF-ന് നമ്മൾ എങ്ങനെ വോട്ട് ചെയ്യും? കഴിഞ്ഞ 10 കൊല്ലം പിണറായി വിജയന്റെ ദുർഭരണത്തിൽ മരമെടുത്ത് കാത്തു കഴിഞ്ഞിരുന്ന, നാളുകൾ എണ്ണി കാത്തിരുന്ന ആ ജനം ഒരു ഭരണമാറ്റത്തിനായി കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ അവരെല്ലാം അങ്കലാപ്പിലാണ്. തമ്മിലടിയും തൊഴുത്തിൽ കുത്തുമായി നടക്കുന്ന ഈ UDF-ന് നമ്മൾ എങ്ങനെ വോട്ട് ചെയ്യും എന്നാണ് കോൺഗ്രസ്സുകാർ തന്നെ ചോദിക്കുന്നത്. മിഷൻ 250-യുടെ 221-ാം ദിനമായി ഇന്ന് പ്രേക്ഷകർ കേൾക്കുവാൻ പോകുന്നത് ഡോക്ടർ തോമസ് USA-യിൽ നിന്നും സംസാരിക്കുന്നതാണ്. ഡോക്ടർ തോമസ് ഇതിനു മുമ്പും തൻ്റെ അഭിപ്രായം ITV ന്യൂസിലൂടെ അറിയിച്ചിട്ടുണ്ട്. വിദേശ മലയാളികളടക്കം വളരെയേറെ വിഷമത്തോടു കൂടിയാണ് നമ്മുടെ നിലവിലെ സാഹചര്യത്തെ നോക്കിക്കാണുന്നത്. ഇതുപോലെ ഒരു സാഹചര്യം UDF-നെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല. കാരണം കഴിഞ്ഞ 10 കൊല്ലം അത്തരത്തിലുള്ള ഒരു ദുഷിച്ച ഭരണത്തിൽ ദിവസങ്ങൾ എണ്ണി കാത്തിരിക്കുന്ന ഒരു ജനം പിണറായി വിജയനെ തള്ളണോ അതോ ഈ തമ്മിലടിയുമായി നടക്കുന്ന UDF-നെ കൊള്ളണോ എന്ന ഒരു ആശയക്കുഴപ്പത്തിലാണ്. അതുകൊണ്ട് തന്നെ ബഹുഭൂരിപക്ഷം കോൺഗ്രസ്സുകാരും ഇത്തവണ വോട്ട് ചെയ്യാൻ പോലും പോകില്ല എന്ന ഒരു തീരുമാനത്തിലാണ്. കാരണം നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഒരു മിടുമിടുക്കനായ ഒരു യുവനേതാവിനെ തേൻകണിയിൽപ്പെടുത്തി ഒന്നുമല്ലാതാക്കി കെ സുധാകരനെ പോലെയുള്ള ഒരു നട്ടലുള്ള ഒരു KPCC പ്രസിഡന്റിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി അദ്ദേഹത്തെ മത്സരിപ്പിക്കുവാൻ പോലും പറ്റാത്ത അവസ്ഥയിലാക്കി ശശി തരൂർ, ഷാഫി പറമ്പിൽ പോലെയുള്ള മിടുമിടുക്കന്മാരായ MP-മാർ മത്സരിച്ചാൽ തങ്ങളുടെ കസേര പോകുമെന്ന് ഭയക്കുന്ന ഈ കസേര കൊതിയന്മാർ MP-മാർ യാതൊരു കാരണവശാലും മത്സരിക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനമെടുത്തു. ഹൈക്കമാൻഡ് എന്ന് പറയുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് ചിരിയാണ്. കാരണം ഈ കേരളത്തിലെ തേൻകണി വീരന്മാരുടെ അടിമകളായി മാറിയ കേന്ദ്ര നേതൃത്വത്തിന് യാതൊരു തീരുമാനവും കേരളത്തിൻ്റെ കാര്യത്തിൽ എടുക്കുവാൻ പറ്റാതെ ഇവന്മാരുടെ താളത്തിനൊത്ത് തുള്ളുന്ന ഒരു ഹൈക്കമാൻഡ്. പ്രിയമുള്ള പ്രേക്ഷകരെ, ഇനി നിങ്ങൾ കേൾക്കുവാൻ പോകുന്നത് ഡോക്ടർ തോമസ് USA-യിൽ നിന്നും സംസാരിക്കുന്നതാണ്. ITV ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ്, ജനങ്ങളുടെ പ്രതികരണങ്ങൾ. കോൺഗ്രസ് പുറത്തുവിട്ടിരിക്കുന്ന UDF പുറത്തുവിട്ടിരിക്കുന്ന ഈ ലിസ്റ്റ് ഒരു വിജയ സാധ്യതയും ഇല്ലാത്ത ഒരു ലിസ്റ്റാണ്. നമുക്കത് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാക്കാം. എല്ലാവരും തോക്കുന്നില്ല. ഉദാഹരണം പാലക്കാട്. ഒരു കാരണവശാലും പാലക്കാട് പിഷാരടി ജയിക്കില്ല. അത് സാധാരണ ആളുകൾക്ക് അരിയാഹാരം എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാകുന്നില്ല. അത് VD സതീശനും വേണുഗോപാലിനും മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് വിശ്വസിക്കാൻ കഴിയുന്നത്? അവർ വന്നിട്ട് പറയുകയാണ് CPM-ഉം BJP-യും കൂടെ ധാരണയിലാണ്. അവിടെ രാഹുലിന് ഒരു ചാൻസ് കൊടുക്കണമായിരുന്നു. രാഹുൽ കണ്ടില്ലേ, രാഹുലിനെ അമേരിക്കയിലുള്ള 88 വയസ്സുള്ള ഒരു അമ്മച്ചി വരെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ ദിവസം വോയിസ് കിട്ടും. എന്നെപ്പോലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആയിരക്കണക്കിന് ആളുകൾ, ഞങ്ങളാരും വീഡിയോകളൊന്നുമില്ല, ഞങ്ങൾ എഡ്യൂക്കേഷൻ ഉള്ളവരും ഞങ്ങൾ വിദേശത്ത് മാന്യമായിട്ട് താമസിക്കുന്നവരും ഒക്കെയാണ്. ഞങ്ങൾക്ക് പൊളിറ്റിക്സ് ഇല്ല. ഞങ്ങൾക്ക് MLA ആവുണ്ട്, MP ആവുണ്ട്, മുഖ്യമന്ത്രി സ്ഥാനവും വേണ്ട, ഒന്നും വേണ്ട. ഞങ്ങൾക്ക് ഒരു പൊളിറ്റിക്സ്. ഞങ്ങളുടെ പ്യുവർ കൺസേൺ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തോടുള്ള, കമ്മ്യൂണിറ്റിയോടുള്ള, ഞങ്ങളുടെ കുടുംബങ്ങളോടുള്ള കേരളത്തോടുള്ള സ്നേഹമാണ്. ഈ 10 വർഷത്തെ ഈ ഇടതുപക്ഷ ഈ ഭരണം ഒന്ന് മാറി, അത് മാറി ഒരു പുതിയ ഭരണം വരണമെന്ന് ഇടതുപക്ഷം പോലും ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ അത് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ഞങ്ങളുടെ ഫാമിലീസിനെയൊക്കെ എൻകറേജ് ചെയ്യുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ് ഒരു നല്ല ഭരണം കിടത്തുക. അപ്പോഴെന്താ സാറേ ഈ കാണിച്ചു? ഈ പട്ടിക നോക്കി രാഹുലിനെ തന്നെ. ഇപ്പോൾ രാഹുൽ റാന്നിയിൽ കൂടെ പോയ സമയത്ത് അൺഎക്സ്പെക്റ്റായിട്ട് പോയതാണ്. റാന്നിയിൽ കൂടെ പോയപ്പോൾ അദ്ദേഹം കാറിലിരുന്നു. അദ്ദേഹത്തെ റാന്നിയിലുള്ള വളരെ പ്രബുദ്ധതയുള്ള ആളുകളാണ് റാന്നിയിലുള്ളത്, അല്ലാതെ അൺഎഡ്യൂക്കേറ്റഡ് ആളുകളൊന്നുമല്ല. അവർ വളരെ ആളുകളെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ്. അവർ ഓടിക്കൂടി അദ്ദേഹത്തെ കാറിൽ നിന്ന് ഇറക്കി. ഞാൻ നോക്കി 1-2 പേര് ചുമരം കൊടുക്കാൻ തുടങ്ങുന്നു, ഹഗ് ചെയ്യാൻ ശ്രമിക്കുന്നു. അദ്ദേഹം പറഞ്ഞു വേണ്ട, ഞാൻ ഇതിന് പോകുന്ന വഴിയാണ്. എത്ര പേരാണ്! അതുപോലെ തന്നെ അദ്ദേഹം എവിടെ പോയാലും പാലക്കാട് തന്നെ തിരിച്ചു വരുന്നത് എത്രയോ സ്ത്രീകളും കുഞ്ഞുങ്ങളും ഫാമിലീസുമാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് കൂടിയത്. അപ്പോൾ പൊതുജനം, പബ്ലിക്, ഇൻ്റർനാഷണലി ഉള്ളവരും
അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിലുള്ളവരും അദ്ദേഹം എവിടെ പോയി കഴിഞ്ഞാലും അദ്ദേഹത്തെ ഒരു കമ്മ്യൂണിറ്റി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്കി കേസൊക്കെ അവിടെ നിൽക്കട്ടെ, അത് കോടതി വിധിക്കട്ടെ. എല്ലാ 3 കേസിലും കോടതി ജാമ്യം കൊടുത്തല്ലോ, കോടതി തന്നെ സംശയമല്ലേ പ്രകടിപ്പിച്ചത് കേസുകളെല്ലാം. അപ്പോൾ ഇനി കോടതി വിധിക്കട്ടെ, അതങ്ങനെ കിടക്കട്ടെ. ഇപ്പം വിൻസെൻ്റ് എന്ന് പറഞ്ഞ ആൾക്ക് സീറ്റ് കൊടുത്തില്ലേ, PK ഇടതുപക്ഷത്ത് നിന്ന് ശശിക്ക്, അദ്ദേഹത്തിനൊക്കെ ഇത് അലിഗേഷനല്ലേ, പക്ഷെ അദ്ദേഹത്തിനും സീറ്റ് കൊടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതുപോലെ തന്നെ ഈ VD സതീശൻ എന്ന് പറഞ്ഞ ആളിനെ കുറിച്ച് ആക്ഷേപമില്ല, അദ്ദേഹം അല്ലേ ആദ്യം മാറി നിൽക്കട്ടെ. അദ്ദേഹത്തെക്കുറിച്ച് സിമി എന്ന് പറഞ്ഞൊരു സ്ത്രീ വന്ന് എന്തെല്ലാമാണ് പറഞ്ഞു, ഒരു മനസ്സാക്ഷിയുടെ പുറത്തെങ്കിലും, ഒരു മോറൽ വാല്യൂവിൻ്റെ പുറത്തെങ്കിലും അദ്ദേഹം പറയണ്ടേ ഞാൻ മത്സരിക്കുന്നില്ല, കാരണം എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് തന്നെ സിമി, അതുപോലെ തന്നെ വേറൊരു കോൺഗ്രസിൻ്റെ ലീഡറായിട്ടിരുന്ന ആൾ ITV ന്യൂസിൻ്റെ പ്രശ്നങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ മനുഷ്യനെന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഞെട്ടിക്കുന്നതല്ലായിരുന്നു. തരകേശിൻ്റെ ഭാര്യ ആ വീഡിയോയിൽ കൂടെ ഇദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെയുള്ള ആരോപണങ്ങളല്ലേ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം മാറി നിൽക്കണം. കോൺഗ്രസ് എത്ര പേര് അങ്ങനെ മാറി നിൽക്കണം. എന്തെങ്കിലും ആക്ഷേപം ആരെങ്കിലും പറഞ്ഞാൽ രാഹുലിനെ മാത്രം മാറ്റി നിർത്തിയാൽ മതിയോ? ആ വളർന്നു വരുന്ന ഒരു ചെറുപ്പക്കാരനെ, യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ടിരുന്ന ആ ചെറുപ്പക്കാരനെ വ്യക്തമായിട്ടുള്ള എൻ്റെ ധാരണയുടെ പുറത്തു നിന്നാണ് ഞാൻ തീരുമാനമെടുത്തതെന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലായി ഒരു ധാരണയുമില്ലായിരുന്നു, സോളിഡായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ലായിരുന്നു. കുറച്ച് പരാതികളുണ്ടായിരുന്നു. ആർക്കെതിരെയും പരാതി കൊടുക്കാം. സുനിൽ സാറിന് തന്നെ എത്ര കേസ് വന്നു? സാറിന് കോർട്ടിൽ പോയി ജാമ്യം എടുക്കേണ്ടി വന്നില്ലേ? കേസുകൾ വന്നു കഴിഞ്ഞാൽ ജാമ്യം എടുത്തല്ലേ പറ്റൂ. മറുനാടനെതിരെ എത്രയോ കേസുകൾ വന്നു. അന്ന് സുനിൽ സാറല്ലേ സപ്പോർട്ട് കൊടുത്തത്. ഇവിടെ കേരളത്തിൽ ഒരു പരാതി കൊടുത്തതിന് ഗവൺമെൻറ്റും കൂടെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്ത ഒരു ക്രൈംബ്രാഞ്ചിനെയും ടീമിനെയും രൂപീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ആർക്കെങ്കിലും ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റുമോ? അങ്ങനെയൊരു സാഹചര്യമല്ലേ ഉണ്ടായത്. കാനഡയിൽ ഒരു സഹോദരി പരാതി കൊടുത്തപ്പോൾ അദ്ദേഹത്തെ രായ്ക്ക് രാമാൻ, ആ ചെറുപ്പക്കാരനെ പോലീസ് പിടിച്ച് കൊണ്ടുപോയി ജയിലിലടച്ചു. എന്തൊരു ദ്രോഹം ആ മനുഷ്യരോട് ചെയ്ത്. കോൺഗ്രസ്സുകാർക്ക് നാണമില്ലേ? അതിനെക്കുറിച്ച് ഇവർ പ്രതികരിച്ചോ? ഒടുവിൽ കോടതി തന്നെ പറഞ്ഞില്ലേ ഈ കേസിൽ അടിമുടി സംശയമാണെന്നുണ്ട്, ജാമ്യം കൊടുത്തില്ലേ? അപ്പോൾ ഈ ഒരു പട്ടിക പുറത്ത് വിട്ടപ്പോഴെങ്കിലും അദ്ദേഹത്തെ ഒന്ന് പരിഗണിച്ചുകൂടായിരുന്നു. ഞങ്ങളൊക്കെ വോയിച്ചിട്ടതാണ് അദ്ദേഹത്തിന് അഥവാ സീറ്റ് കൊടുത്തില്ലെങ്കിൽ അദ്ദേഹം സ്വതന്ത്രമായിട്ട് മത്സരിക്കുന്നത്. രാഹുൽ ചെയ്തത് ഭയങ്കര ഒരു തെറ്റാണ്. അദ്ദേഹം ഒന്നീ പാലക്കാട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ തിരഞ്ഞെടുത്തിട്ട് അദ്ദേഹം മത്സരിക്കുകയാണ്. കാരണം അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനല്ല. കോൺഗ്രസ്സുകാരൻ്റെ ഞാനിപ്പം കോൺഗ്രസ്സിനോട് വളരെ സപ്പോർട്ടോ, കോൺഗ്രസ് അധികാരത്തിൽ വരണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബപരമായിട്ട് വർഷങ്ങളായിട്ട് തലമുറകളായിട്ട് കോൺഗ്രസ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കുടുംബത്തിൽ ഉള്ള ഒരാളാണ്. അപ്പോൾ കോൺഗ്രസ് വരണമെന്നുള്ള ആഗ്രഹമുണ്ട് എന്ന് കരുതി ഇപ്പോൾ ഇടതുപക്ഷത്തോട് എതിർപ്പാണെന്നുള്ളതല്ല. സ്കൂളിൽ പഠിച്ച സമയത്ത് ഞാൻ SFIക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ഇടതുപക്ഷത്തോടും നമുക്ക് നല്ല കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവരോടും നമുക്ക് താല്പര്യമുണ്ട്. അപ്പം കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്ന രീതിയിലല്ല ഇവർ പ്രവർത്തിക്കുന്നത്. ഇവിടെ അവർ വേണ്ടവണ്ണം തിരിച്ചറിഞ്ഞില്ല, കോൺഗ്രസ് എന്നെ സ്നേഹിക്കുന്നവരുടെ വികാരം തിരിച്ചറിഞ്ഞില്ല എന്നുള്ളൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് രാഹുൽ 35-36 വയസ്സുള്ള ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ഭാവിയും കൂടെ അദ്ദേഹം നോക്കണമായിരുന്നു. ഇപ്പോൾ അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ VD സതീശൻ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടിയാണ്, കോൺഗ്രസിന് വേണ്ടി, UDFിന് വേണ്ടി, കേരളത്തിന് വേണ്ടിയല്ല. അദ്ദേഹം പണം അടിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടില്ല ഏഷ്യാനെറ്റിൽ പോലും വന്നിരുന്ന ഒരു എനിക്ക് ലജ്ജ തോന്നി. ആ വിനു എന്ന് പറഞ്ഞാൽ നല്ല ഒരു മാധ്യമ പ്രവർത്തകനാണ്. എനിക്ക് ഞെട്ടലുണ്ടായിടാ, ഇദ്ദേഹം എങ്ങനെ ഈ 2ാം പ്രാവശ്യവും ഈ VD സതീശനെ പിടിച്ച് എന്തെങ്കിലും ഉണ്ടോ ഇദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യാൻ? അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടോ? അദ്ദേഹം ആകെ ചെയ്തത് എന്താണ്? ഉമ്മൻചാണ്ടി ഭരണത്തിലിരിക്കുമ്പോഴേ പരസ്യമായിട്ട് വന്ന് പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനത്തിൽ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് അഴിമതി സർക്കാരാണെന്ന് പറഞ്ഞ് ആ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാൻ വേണ്ടി പ്രവർത്തിച്ച ഒരാളല്ലേ VD സതീശൻ. അതിനുശേഷം ശക്തനായത് കേരളത്തിൽ, മുമ്പ് ഞാനൊരു വോയിസിൽ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൽ ഇന്ന് കോൺഗ്രസിൽ ഏറ്റവും ജനപ്രീതിയുള്ള നേതാക്കൾ 2-3 പേരുടെ പേര് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും 10,000കണക്ക് ആളുകൾ വിളിച്ചു പറയും. കേരളത്തിൽ കോൺഗ്രസിൽ ജനപ്രീതിയുള്ളതിൽ 2-3 പേര്. ഒന്ന് ഷാഫി പറമ്പിൽ, 2 രാഹുൽ മാങ്കൂട്ടത്തിൽ. എനിക്കൊന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം ജനത്തിൻ്റെ സപ്പോർട്ട് കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ KS സുധാകരൻ, അതിൽ ഏറ്റവും പ്രമുഖനാണ് ശശി തരൂർ. അദ്ദേഹം എഡ്യൂക്കേഷൻ കൊണ്ടാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹൈ സ്റ്റാൻഡേർഡ് ലെവലിലുള്ള ഒറ്റയാൾ ഇന്ത്യൻ കോൺഗ്രസ്സിനില്ല. അത് ഐക്യരാഷ്ട്ര UN പോലും പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്, PhD എടുത്തിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലോ അല്ലെങ്കിൽ എഴുത്തിൻ്റെ സ്കില്ലോ, അതുപോലെ തന്നെ എത്ര പ്രാവശ്യം അദ്ദേഹം MP ആയിട്ട് മത്സരിച്ച് ജയിച്ചു.
അദ്ദേഹത്തെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്യാനാണ് 10,000-കണക്കിന് ആളിന് ഞങ്ങളെപ്പോലുള്ളവരെ കാല് പിടിച്ച് പറഞ്ഞിട്ടും അദ്ദേഹത്തിനെ തഴഞ്ഞ് ഒരു നിവൃത്തിയില്ലാതെയാണ് അദ്ദേഹത്തെ ഇപ്പോൾ ഒരു പരിധി വരെ ഇലക്ഷൻ്റെ പ്രചരണത്തിന് വേണ്ടി ഗുണമുണ്ടാകുന്നേ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു കൊണ്ടുപോകുന്നത്. അപ്പം ഈ കെ സുധാകരനെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നോദിക്കും. VD സതീശനാണ് അതിൻ്റെ മെയിൻ ആൾ. അതിന് മൈക്കൊക്കെ തട്ടിക്കളയും നമ്മൾ കണ്ടതല്ലേ. അതിനുശേഷം ഈ ശശി തരൂർ അദ്ദേഹം ഊതി വീർപ്പിച്ച ബലൂണാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഒതുക്കാൻ ശ്രമിച്ചു. എത്രയോ വരെ. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പാലക്കാട് അദ്ദേഹത്തെ കൊണ്ടുപോയി ജയിപ്പിച്ച് അദ്ദേഹത്തിന് ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഈ യേശുക്രിസ്തുവിനെ ചുംബനം കൊടുത്തിട്ട് ഒറ്റിക്കൊടുത്ത യൂദായുടെ കൂട്ട് ആ ചെറുപ്പക്കാരനെ ഒറ്റിക്കൊടുത്തില്ല. കേരളത്തിൽ ഏതെങ്കിലും മനസ്സാക്ഷിയുള്ള അമ്മമാരോ അല്ലെ മനസ്സാക്ഷിയുള്ള ഏതെങ്കിലും കുടുംബക്കാർ കോൺഗ്രസ് വോട്ട് ചെയ്യും VD സതീശനാണ് അടുത്തൊരു മുഖ്യമന്ത്രിയായിട്ട് വരുന്നത് എന്ന് ഏതെങ്കിലും കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ആത്മാർത്ഥതയുള്ള രാഹുലിനെ പോലെയുള്ള ചെറുപ്പക്കാരെ, കെ സുധാകരനെ പോലെയുള്ളവരെ ചവിട്ടിത്താക്കുന്ന, ശശി തരൂരിനെ പോലെയുള്ളവരെ അകറ്റി നിർത്തുന്ന ഈ VD സതീശൻ അടുത്ത മുഖ്യമന്ത്രിയാകും എന്നുള്ള രീതിയിൽ ഏഷ്യാനെറ്റ് ആരുടെയാണ്? BJPയുടെ ചാനലാണെന്ന് നോക്കണം. BJPയുടെ ലീഡറായ ചന്ദ്രശേഖരൻ്റെ ചാനലാണ്. അപ്പോൾ ആ ചാനലിൽ വിളിച്ചിരുത്തി VD സതീശനെ ഇൻ്റർവ്യൂ ചെയ്യണമെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ അറിയാതെ ചെയ്യുമോ? ഇല്ലല്ലോ. അപ്പോൾ അവർ തമ്മിലൊരു ധാരണയുണ്ടെന്ന് ഞങ്ങളൊക്കെ സംശയിച്ചു കഴിഞ്ഞാൽ സുനിൽ സാറിന് എന്താണ് അതിനെക്കുറിച്ച് മറുപടി പറയാൻ കഴിഞ്ഞത്? സാറിൻ്റെ മറുപടി ഒന്ന് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ ഒരു ജെന്യൂൻ ക്വസ്റ്റ്യനാണ്. അതൊരു BJP ഇപ്പം BJP ചായമുള്ള ആളാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ അതിൻ്റെ ഓണർ ആരാണ്? കേരളത്തിലെ BJPയുടെ അധ്യക്ഷനാണ്. അപ്പോൾ ഇതിനകത്ത് ആ TV വിളിച്ച് ഒരു പ്രധാനപ്പെട്ട ഒരു ഇലക്ഷൻ കേരളത്തിൽ നടക്കുമ്പോൾ അതിൻ്റെ മത്സരം പോകുന്നത് മൂന്ന് പാർട്ടികളും BJP ആണെങ്കിലും LDF ആണെങ്കിലും UDF ആണ് ശക്തമായി തീ പാർത്ത മത്സരം കാഴ്ചവെക്കുന്നുണ്ട്. VD സതീശനെ വിളിച്ചിരുത്തി ഒരു അഭിമുഖം കൊടുക്കണമെങ്കിൽ അതിൻ്റെ പിന്നിലൊരു അജണ്ട ഇല്ലേ സുനിൽ? അപ്പോൾ അദ്ദേഹത്തെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും വോട്ട് ചെയ്യും. എനിക്കിപ്പോൾ ഞാൻ കേരളത്തിലുണ്ടെങ്കിൽ ഞാൻ പേര് പറയുന്നില്ല, എനിക്ക് വോട്ടിംഗ് പവർ ഉള്ള സമയത്ത് നാട്ടിലുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് കോൺഗ്രസിൻ്റെ MLA-മാർക്ക് MP-മാർക്ക് വോട്ട് ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. പക്ഷേ ഇപ്പോൾ ഞാൻ നാട്ടിലുണ്ടെങ്കിൽ ഞാൻ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യും, തീർച്ചയായിട്ടും വോട്ട് ചെയ്യും. കാരണം ഈ കേരളത്തിൽ ഇന്ന് കോൺഗ്രസ്സിൽ ഉമ്മൻചാണ്ടിയെ പോലെ അല്ലെങ്കിൽ AK ആൻ്റണിയെ പോലെ ബഹുമാനപ്പെട്ട ലീഡറെ പോലെ നയിക്കാനൊരു ലീഡറില്ല. ഇപ്പോൾ VD സതീശനായാലും KC വേണുഗോപാലായാലും രമേശ് ചെന്നിത്തലയായാലും ഇവിടെയൊക്കെ ടൈം കഴിഞ്ഞു. അവരെയൊന്നും നമുക്ക് ഉമ്മൻചാണ്ടി സാറിൻ്റെയോ അല്ലെങ്കിൽ ലീഡറിൻ്റെയോ സ്ഥാനത്ത് കാണാൻ പറ്റില്ല. ഇവരൊക്കെ വളരെ നല്ല മനുഷ്യരാണ്. അവർക്കൊരു ലെവലുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ആണിയാണെങ്കിൽ എല്ലായിടത്തും കൊണ്ട് ഫിറ്റ് ചെയ്യാൻ പറ്റുമോ? ഒരു സ്ക്രൂ ആണെങ്കിൽ എല്ലായിടത്തും ഒരേ വലിപ്പമുള്ള സ്ക്രൂ ഫിറ്റ് ചെയ്യാൻ പറ്റുമോ? അത് ഫിറ്റ് ചെയ്യാവുന്ന ഒരു പ്ലേസ് ഉണ്ട്. അപ്പോൾ ഇവർക്ക് ഒരു ലെവലുണ്ട്. ആ ലെവലിനപ്പുറം കിടന്നപ്പോൾ ആന മുക്കുന്നത് കണ്ടിട്ട് മുയല മുക്കിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. ആന തടിയെടുക്കുന്നതിൻ്റെ തൊട്ട് വേറെ ഒരു കുരങ്ങനെ തടിയെടുക്കാൻ പറ്റുമോ? ഇല്ല. ഉമ്മൻചാണ്ടി സാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ലീഡർഷിപ്പ് കൊടുത്ത ഇലക്ഷനിൽ, എസ്പെഷ്യലി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും ഉമ്മൻചാണ്ടി സാറും ഉണ്ടായിരുന്നല്ലോ. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറെ അദ്ദേഹം ഭരണത്തിലിരിക്കുമ്പോഴേ അദ്ദേഹം ശക്തമായിട്ടാണ്, വളരെ മൈന്യൂട്ട് 1-2 സീറ്റിൻ്റെ ലീഡിലാണ് LDF-നെ തോൽപ്പിച്ച് അന്ന് ഉമ്മൻചാണ്ടി സാർ അധികാരത്തിൽ വരുന്നത്. അന്ന് ആ മന്ത്രിസഭ മറിഞ്ഞു പോകുമെന്ന് വിചാരിച്ചാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിപ്രഭാവം, അദ്ദേഹത്തിൻ്റെ ചാണക്യ ബുദ്ധി കൊണ്ട് അദ്ദേഹം ഇലക്ഷനിലൊക്കെ വീണ്ടും ജയിച്ച് പലരെയും ജയിപ്പിച്ച് അദ്ദേഹം ആ ഭൂരിപക്ഷം കൂട്ടിക്കൊണ്ടിരുന്നു. വീണ്ടും ഒരു തുടർഭരണത്തിനുള്ള സാധ്യത വളരെ ഉണ്ടായിരുന്നു. കാരണം അരുവിക്കരയും നെയ്യാറ്റിൻകരയും ഒക്കെ അതുപോലെ പിറവൊക്കെ അദ്ദേഹം ജയിച്ച് മുമ്പോട്ട് വന്നപ്പം വീണ്ടും അടുത്ത ഒരു തുടർഭരണം ഉണ്ടാകുമെന്ന് കേരള ജനത വിചാരിച്ചതാണ്. അതിന് സാധ്യതയുണ്ടായിരുന്നു. ആ സമയത്താണ് ഈ സരിതയുടെ വിഷയമായിട്ടൊക്കെ അതിന് ബാക്ക്ഗ്രൗണ്ടിൽ സ്ക്രീനിന് പുറത്ത് നിന്ന് പ്രവർത്തിച്ചവരാണ് VD സതീശൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയത്. അതുപോലെ സരിത ഇറക്കി എന്ത് ദ്രോഹമാണ് ആ നീതിമാനായ നല്ലവനായ കേരളം കണ്ട ഏറ്റവും നല്ലൊരു മനുഷ്യനായ ഉമ്മൻചാണ്ടിയോട് ചെയ്തത്. അതൊക്കെ ജനം ക്ഷമിക്കണമെന്നാണോ വിചാരിക്കുന്നത്? ഇന്ന് നമുക്ക് അങ്ങനെ ഒരു ലീഡറില്ല. ആ ലീഡറില്ലാത്ത സ്ഥാനത്ത് കേരള ഇലക്ഷനെ ശക്തമായിട്ട് നയിക്കുവാൻ കഴിവുള്ള ആളുകളായിരുന്നു കെ സുധാകരൻ. അപ്പം കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്
നമുക്ക് സ്വപ്നം കാണാൻ കഴിയുന്ന 3-4 പേരെ എടുത്താൽ, ഞാൻ അന്ന് പറഞ്ഞതിലൂടെ ഇപ്പോഴും പറയുന്നു, ഒന്നാമത്തെ സ്ഥാനത്ത് പ്രൊജക്റ്റ് ചെയ്യുവാൻ കോൺഗ്രസ്സിന് കഴിയുന്ന ഒരാളായിരുന്നു അത്. രാഹുൽ ജിയും അതുപോലെ തന്നെ വേണുഗോപാലും ചിന്തിക്കണമാണ്. വേണുഗോപാൽ ഓൾ ഇന്ത്യ ലെവലിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അടുത്ത ഈ മോദി മന്ത്രിസഭ മാറുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഭരണം താഴെ പോകുമെന്ന് നമുക്കറിയത്തില്ല. അദ്ദേഹത്തിനൊരു പ്രോമിനൻറ്റ് റോള് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ലീഡർഷിപ്പിൽ ഒരു ഹോം മിനിസ്റ്ററായിട്ടോ അല്ലെങ്കിൽ ഒരു ഷാഡോ പ്രൈം മിനിസ്റ്ററായിട്ടോ വരേണ്ട ഒരാളാണ്. അദ്ദേഹത്തിന് കേരള പൊളിറ്റിക്സിൽ ഇങ്ങനെ കിടന്ന് കളിക്കേണ്ട കാര്യമില്ല. ഈ VD സതീശനെ നിലയ്ക്ക് നിർത്താൻ അദ്ദേഹത്തിന് എന്തുകൊണ്ട് കഴിഞ്ഞില്ല? അദ്ദേഹം എന്തുകൊണ്ട് ശശി തരൂരിനെ പോലെ അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചതാണല്ലോ കേരള നിയമസഭയിലേക്ക് അദ്ദേഹത്തിന് താല്പര്യമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞതാണല്ലോ. അദ്ദേഹത്തെ ഒന്ന് കൊണ്ടുവന്നിരുന്നെങ്കിൽ പുഷ്പം പോലെ പൂ പോലെ UDF ജയിച്ചു പോയി. പക്ഷേ അന്നേരം ഒരു തീരുമാനമെടുത്തു, MP മാരാരും മത്സരിക്കേണ്ട. സാറേ ഞാൻ ചോദിക്കട്ടെ, 1-2 ഉദാഹരണങ്ങൾ. കോൺഗ്രസിൻ്റെ ഒരു കീഴ്വഴക്കം നമ്മൾ പറയുന്നത്, കീഴ്വഴക്കം അനുസരിച്ച് മുമ്പ് ഇതുപോലെ തീരുമാനം എടുത്തിട്ടില്ലേ? MP മാർ മത്സരിക്കേണ്ട, MLA മാർ മത്സരിക്കേണ്ട, ഇങ്ങനെ തീരുമാനം എടുത്തിട്ടുണ്ട്. ഉദാഹരണം, 2009 MLA മാരായിരുന്ന KV തോമസും അതുപോലെ തന്നെ K സുധാകരനും വേണുഗോപാലും അവർ MLA മാരായിരുന്നു, സിറ്റിംഗ് MLA മാരാണ്. പക്ഷേ ക്രൂഷ്യലായിട്ട് ഒരു ഇലക്ഷൻ വരുമ്പോൾ ആ ഒരു പാറ്റേണിനൊരു മാറ്റം വന്നിട്ടുണ്ട്. അന്ന് അവർ MP സ്ഥാനത്തേക്ക് മത്സരിച്ചില്ലേ? അതിനുശേഷം 2019 നോക്കിക്കേ, 9 സിറ്റിംഗ് MLA മാരാണ്. ഹൈബി ഈഡനും അതുപോലെ 9 പേരാണ് സെൻട്രലിലേക്ക് മത്സരിച്ചത്, MP സ്ഥാനത്തേക്ക് മത്സരിച്ചത്. 2021 കേരള നിയമസഭയുടെ ഇതായിട്ടുള്ള ഇലക്ഷനിൽ മുരളീധരൻ, അദ്ദേഹം വടകരയിലെ MP ആയിരുന്നു. അദ്ദേഹം നേമത്ത് വന്നൊരു ക്രൂഷ്യൽ മത്സരത്തിൽ തോറ്റുവെങ്കിൽ അവിടെ വന്ന് മത്സരിച്ചില്ലേ? അതുപോലെ തന്നെ സാറ് രാജസ്ഥാനിലേക്ക് നോക്കിക്കേ. രാജസ്ഥാനിൽ അതുപോലെ തന്നെ രാജസ്ഥാനിൽ മാത്രമല്ല ആസാമിലെ, പഞ്ചാബിലെ, ഇവിടെയൊക്കെ ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ കോൺഗ്രസ് ഓൾ ഇന്ത്യ ഹൈക്കമാൻഡ് എടുത്തിട്ടുണ്ട്. ഓക്കെ, സിറ്റിംഗ് MLA മാർ മത്സരിക്കേണ്ട, MP മാർ മത്സരിക്കേണ്ട, അങ്ങനെ തീരുമാനം എടുത്തപ്പോഴും ഇപ്പം നമ്മുടെ ഈ സോക്കറിൽ, ഫുട്ബോളിൽ ശക്തമായിട്ട് കളി ക്രൂഷ്യലായിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പം ഒരു ലിസ്റ്റ് പുറത്തിറക്കിയാലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില കളിക്കാരെ എന്ത് ചെയ്യും, റഫറി പെട്ടെന്ന് നമ്പർ മാറ്റി ഇങ്ങോട്ട് പുറത്തിറക്കും. അത് കളിയുടെ ഒരു തന്ത്രമാണ്. അങ്ങനെ ഒരു ജനറലായിട്ട് തീരുമാനം എടുക്കുമ്പോൾ തന്നെ ചിലരെയൊക്കെ എന്ത് ചെയ്യും, മത്സരിക്കാൻ അനുവദിക്കും. ഇപ്പം MP മാർ മത്സരിക്കേണ്ട എന്നൊരു ജനറൽ റൂൾ കൊണ്ടുവന്നപ്പോൾ തന്നെ ഒരു എക്സെപ്ഷൻ കൊടുത്തുകൊണ്ട് K സുധാകരനോ അല്ലെങ്കിൽ അടൂർ പ്രകാശിനും അതുപോലെ തന്നെ ശശി തരൂരിനും ഒരു ചാൻസ് കൊടുത്തിരുന്നെങ്കിൽ കോൺഗ്രസ്സിന് നല്ല സാധ്യതയായിരുന്നു. ഞാൻ സാറേ ഒരു ഉൾക്കാഴ്ചയോടുകൂടി പറയാം, ഒരു കാരണവശാലും UDF കേരളത്തിൽ അധികാരത്തിൽ വരില്ല. ഇത് ഞാൻ മാത്രം പറയുന്നതല്ല. ഞങ്ങൾ ഇലക്ഷൻ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. കഴിഞ്ഞ ഇടയ്ക്ക് ഒരാൾ ചോദിച്ചു, എന്തിനാണ് പൊളിറ്റിക്സ് പറയുന്നത്? പൊളിറ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കാര്യമല്ലേ, നമ്മളെ ബാധിക്കുന്ന, നമ്മുടെ കുടുംബങ്ങളെ ബാധിക്കുന്ന, നമ്മുടെ ജനങ്ങളെ, സമുദായങ്ങളെ ബാധിക്കുന്ന കാര്യമല്ലേ അത്. പിന്നെ നമ്മുടെ പഞ്ചായത്തുകളെ, നമ്മുടെ മുനിസിപ്പാലിറ്റികളെ, നമ്മുടെ രാജ്യത്തെ ബാധിക്കുന്ന കാര്യമല്ലേ പൊളിറ്റിക്സ്. നമ്മൾ ജീവിക്കുന്നത് ഈ രാജ്യത്തല്ലേ. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് പൊളിറ്റിക്സിനെ കുറിച്ച് സംസാരിച്ചുകൂടാ? എൻ്റെ അഭിപ്രായത്തിൽ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് തന്നെ ആളുകൾ മത്സര രംഗത്തേക്ക് ഇറങ്ങണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ ക്രിസ്ത്യൻസ് കമ്മ്യൂണിറ്റി പൊളിറ്റിക്സ് വേണ്ട എന്ന് പറയുന്നത് ഒരു തെറ്റായിട്ടുള്ളൊരു ഐഡിയോളജിയാണ്. കാരണം യേശുക്രിസ്തു പറഞ്ഞ യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, യു ആർ ദ സോൾട്ട്. അപ്പോൾ സോൾട്ടും ലൈറ്റ് എവിടെയാണ് ഷൈൻ ചെയ്യുന്നത്? ഡാർക്ക്നെസ്സിലാണ്, ഇരുട്ടിലാണ് അല്ലേ. സോൾട്ട് എവിടെയാണ് ടേസ്റ്റ് ഉണ്ടാക്കുന്നത്? അതിന് രുചിയില്ലാത്തടത്താണ്. അപ്പോൾ കമ്മ്യൂണിറ്റിയിൽ വേണ്ട വിധത്തിൽ ഫലപ്രദമായിട്ട് പ്രവർത്തിക്കാനാണ് നമുക്ക് ഉത്തരവാദിത്തമുള്ളത്. ഇപ്പം തന്നെ സാറേ, ഈ അടിയൊഴുക്ക്, ഞാൻ കല്ലടയാറിൻ്റെ തീരത്ത് ജനിച്ച ഒരാളാണ്. ചെറുപ്പത്തിലൊക്കെ അത് നീന്തിയിട്ടുണ്ട്. അവിടെ നമ്മൾ പറയാം അടിയൊഴുക്കുകളെന്ന് പറയും. നമ്മൾ കരയിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ശാന്തമായിട്ടാണ് ഈ കല്ലടയാർ ഒഴുകുന്നതെന്ന് തോന്നുന്നു. പക്ഷേ അതിൻ്റെ അടിയിൽ കൂടെ ഉണ്ടല്ലോ ശക്തമായ ഒഴുക്കായിരിക്കും. നീന്തറിയുന്നവർക്ക് അതറിയാം. പുറം കൊണ്ട് ശാന്തമായിരിക്കും. ഞാനിപ്പോൾ പറയുന്നു, പിണറായി അടങ്ങിയിരിക്കുന്നത്, പുലി അടങ്ങിയിരിക്കുന്നത്, പതുങ്ങിയിരിക്കുന്നത് തോറ്റിട്ടല്ല, മുമ്പോട്ട് ചാടാൻ വേണ്ടിയാണ്. അവർ ടാക്ടിക്സ് പണിത് പിണറായി VD സതീശനേക്കാളും ടാക്ടിക് അറിയാവുന്ന ആളും കഴിവുള്ള ആളും ആണ്. അവർ സമയത്ത് നോക്കിക്കോ,
കേരളം ചുമക്കാൻ പോവുകയാണ്. കാരണം ഒറ്റ കാരണമേ ഉള്ളൂ. ഒന്നല്ല, രണ്ട് മൂന്ന് കാരണങ്ങൾ. ഒന്ന്, എം പിമാർ മത്സരിക്കില്ല എന്ന് പറയും. രണ്ട്, രാഹുലിനെ ഒതുക്കി. മൂന്ന്, ഈ കഴിവുള്ള ഒരൊറ്റ ലീഡറെ പോലും പ്രചരിപ്പിക്കും. അപ്പോൾ ആകെപ്പാടെ നമ്മൾ കാണുന്ന രണ്ട് മുഖമെന്ന് വെച്ച് കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തല ഒരു ഓപ്പോസിഷൻ ലീഡറായിട്ടിരുന്ന ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കെല്ലാം എതിർത്തത് കൊണ്ടും കൂടെയാണ് ഉമ്മൻചാണ്ടിക്ക് ജയിക്കാൻ ഒരു തുടർഭരണം ഉണ്ടാകാതിരുന്നത്. ഉമ്മൻചാണ്ടിക്ക് തുടർഭരണം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു. അന്ന് നമുക്ക് ഓർമ്മയുണ്ട്, അന്ന് ഈ ബിനു വി ജോൺ എന്ന് പറയുന്ന ആളുകളൊക്കെ ഏഷ്യാനെറ്റിൽ കൂടെ എത്ര മാത്രമാണ് അന്ന് ഉമ്മൻചാണ്ടിയെ വിമർശിച്ചത്. ബിനു വി ജോണിൻ്റെയൊക്കെ ആ നാഡീനരമ്പുകളൊക്കെ അങ്ങ് രക്തം അങ്ങ് തിളയ്ക്കുകയായിരുന്നു. ആ മനുഷ്യനെക്കുറിച്ച് സോളാറിൻ്റെ വിഷയവും അഴിമതിയുടെ വിഷയങ്ങളെല്ലാം പറഞ്ഞ് എത്രമാത്രമാണ് ഈ മീഡിയ വിമർശിച്ചത്. അതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു വി ഡി സതീശൻ, അതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഈ രമേശ് ചെന്നിത്തല. അദ്ദേഹം ഒരു ഓപ്പോസിഷൻ ലീഡറായിട്ട് ഇപ്പം ഇദ്ദേഹം തന്നെ ശശി തരൂർ ചില പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇവരെല്ലാം എതിർക്കുമല്ലോ. സത്യത്തിൽ അങ്ങനെയല്ലേ പറയുന്നത്? ഒരു ഗവൺമെൻറ്, ഒരു BJP ആകട്ടെ അല്ലെങ്കിൽ ഇടതുപക്ഷമാകട്ടെ, അവർ ചെയ്യുന്നതിനെല്ലാം അങ്ങ് എതിർക്കുന്നതാണ് ഒരു ആത്മാർത്ഥത. അവർ നല്ല കാര്യം ചെയ്താൽ അതും പറയണ്ടേ. പക്ഷേ രമേശ് ചെന്നിത്തല ചെയ്തത് 100% അങ്ങ് എതിർത്ത് അത് ജനങ്ങൾക്ക് ഭയങ്കര അരോചകമായിട്ട്. അവർ ഈ കോൺഗ്രസിനെ എതിർത്തു. അതും ഒരു കാരണമാണ്. പിന്നെ സരിതയുടെ വിഷയം, അതുമാത്രമല്ല അഴിമതിയെക്കുറിച്ചുള്ള ഈ വി ഡി സതീശനെ പോലുള്ള ആളുകൾ തന്നെ, MLA-മാർ തന്നെ പ്രചരണം നടത്തി കഴിഞ്ഞാൽ എങ്ങനെ ഉമ്മൻചാണ്ടിക്ക് ഒരു തുടർഭരണം ഉണ്ടാകും? അത് ചരിത്ര വസ്തുതയാണ്. അതിനൊക്കെ ഒരു വില പറയാൻ പോകുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ വരുന്നത്. വളരെ ഒരു മോശം ലിസ്റ്റാണ് സാറേ ഇവർ മാത്രിക്കുന്നത്. വിസ്മയം എന്നൊക്കെ പറഞ്ഞ മനുഷ്യനെ ഒരുമാതിരി കളിയാക്കുക. എന്തോ വിസ്മയമാണ് നിലപാടുകളുടെ രാജകുമാരൻ. എന്താ നിലപാട് അദ്ദേഹത്തിനുള്ളത്? അദ്ദേഹം അൻവറിനെ ആദ്യം എടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിലമ്പൂർ ഇലക്ഷൻ പറഞ്ഞു. പിന്നെ അദ്ദേഹത്തെ പോയി കെട്ടിപ്പിടിച്ചു. അതുപോലെ തന്നെ രാഹുലിനെ സ്ത്രീ വിഷയത്തിൽ അല്ലെങ്കിൽ സ്ത്രീകളുടെ ആരോപണം ഉണ്ടായപ്പോൾ അദ്ദേഹത്തിനെ ഒതുക്കി മാറ്റി നിർത്തി. കേരളത്തിലെ ഏറ്റവും ശക്തമായ ജനസമ്മതിയുള്ളൊരു നേതാവാണ്. എവിടെ കൊണ്ട് നിർത്തിയാലും ജയിക്കാവുന്ന ഒറ്റയാണ്. രണ്ടുപേരും, ഒന്നോ രണ്ടോ പേരുണ്ട്. അത് ഷാഫി പറമ്പിലോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ, കേസുകാരൻ, ഇവരൊക്കെ എവിടെ നിന്നും ജയിക്കും. വി ഡി സതീശൻ അങ്ങനെ നിൽക്കാൻ പറ്റില്ല. ഈ പ്രാവശ്യം പറവൂർ പോലും അദ്ദേഹം ജയിച്ചു കയറുമെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ഈ വോയിസ് അവസാനിപ്പിക്കുമ്പോൾ പറയാനുള്ള ഒന്നാമത്തെ കാര്യം, ഈ ലിസ്റ്റ് വളരെ മോശമാണ്. നോട്ട് അപ് ടു ദ ലെവൽ. ഒരു ക്രൂഷ്യലായിട്ടുള്ള ഡു ഓർ ഡൈ എന്ന് പറയുന്ന ഒരു ഇലക്ഷനിലായിരിക്കും ഇപ്പം കോൺഗ്രസ് കിടക്കുന്നത് കണ്ടെത്തി. ഇത്രമാത്രം വിജയസാധ്യതയില്ലാത്തൊരു ലിസ്റ്റ് ഞാൻ കണ്ട് ഞങ്ങളൊക്കെ ഞെട്ടിയിരിക്കും. ഞങ്ങൾ പലരോടും ഞങ്ങൾ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡിസ്കസ് ചെയ്യാറുണ്ട്. പല രാജ്യങ്ങളുള്ളവർ ഡിസ്കസ് ചെയ്യാറുണ്ട്. എനിക്ക് തന്നെ സൗഹൃദമുള്ള പല ബിഷപ്പുമാർ, പല ആളുകൾ വിദേശത്തും ഇന്ത്യയിലും അവരോടൊക്കെ സംസാരിക്കാറുണ്ട്. ഇപ്പോൾ ഇവിടെ സമുദായങ്ങളെപ്പോലും ഈ മാറ്റി നിർത്തിയില്ല. ഏതെങ്കിലും ഒരു സമുദായം SNDP-യോ അല്ലെങ്കിൽ NSS-ഓ ആരെങ്കിലും വി ഡി സതീശന് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്? അവരൊക്കെ എതിരാണ്. ഒരു ശക്തനായിട്ടുള്ള ലീഡറല്ല. ഈ സമുദായങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്ന, അല്ലെ ജനങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു ലീഡർ ഈ ക്യാമ്പയിനിലുണ്ടോ? ഹു ഈസ് ദ ലീഡർ? ദർ ഈസ് നോ ലീഡർ. ഹു ആർ ദ കണ്ടസ്റ്റൻസ്? ഉഷാരടിയെ പോലെയുള്ള, ശശിയെ പോലെയുള്ള ആളുകളെ ഇറക്കി ആകെ നശിപ്പിച്ചു. ഇത്രമാത്രം ഒരു ഉൾക്കാഴ്ചയില്ലാത്ത ഒരു ലീഡർഷിപ്പ്, ഒരു ഹൈക്കമാൻഡായി പോയല്ലോ എന്ന് വിചാരിച്ച വിഷമം നമുക്ക്. ഇപ്പോൾ വേണുഗോപാലിനെ കുറിച്ച് നമുക്ക് പറയുമ്പോൾ അദ്ദേഹം ഈ ജനറൽ സെക്രട്ടറി ആയിട്ട് വന്നതിൽ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തോട് ബഹുമാനം വെച്ചുകൊണ്ട് പോസിറ്റീവ് ക്രിറ്റിസിസമായിട്ട് തന്നെ പറയാം. അദ്ദേഹം ഈ ജനറൽ സെക്രട്ടറിയായി ഈ ഓൾ ഇന്ത്യ ലെവലിൽ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ട് വന്നത് പിന്നെ ഉള്ള ഇലക്ഷൻ മുഴുവൻ തോറ്റ് തുന്നം പാടി എല്ലാ സ്റ്റേറ്റും. അല്ലെ, ഒന്നോ രണ്ടോ അങ്ങനെ എക്സെപ്ഷനാണ് ജയിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ ചരിത്രം അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ ഒരു വോയിസ് പറഞ്ഞുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്തു. നിങ്ങൾ അതിൻ്റെ ആ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കിയോ, ഒരു 70-80% സ്റ്റേറ്റ് പോയി കോൺഗ്രസ്. അവസാനം ഒരു ചാൻസ് ഉള്ള ഒരു സ്റ്റേറ്റ് ആയിരിക്കാം അത് ഇത് എന്തിനാണ് ഇവരെല്ലാം കൂടെ ആരുടെയെങ്കിലും കൂടെ ഈ ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ BJP-യുടെ കൂടെ ഒത്തുകളിക്കുന്നതാണോ എന്ന് പോലും സംശയം, നിരാശ തോന്നുന്നു. ശശി തരൂരിനെ മുമ്പോട്ട് നിർത്തി അല്ലെങ്കിൽ കെ സുധാകരനെ മുമ്പോട്ട് നിർത്തി രാഹുലിനെ പോലെയുള്ള ആളുകളെ ഒന്ന് ഇറക്കിയിരുന്നെങ്കിൽ ഒരു ക്രൗഡ് ജനത്തെ പൊള്ളിയാൻ കഴിവുള്ള ലീഡേഴ്സായിരുന്നു വരുന്നത്. ഇവരെല്ലാം മാറ്റിക്കൊണ്ട് അവരെ സ്നേഹിക്കുന്ന എത്രയും പേര് കാണും. അവരാരും വോട്ട് ചെയ്യുമോ? ഇല്ല.
അതുകൊണ്ട് സാറേ ദുഃഖത്തോട് പറയട്ടെ, മൂന്നാമതും ഒരു പിണറായി സർക്കാർ, അദ്ദേഹം അധികാരത്തിൽ വരില്ലെന്ന് ഇടതുപക്ഷം പോലും ആഗ്രഹിക്കുന്നു. അവർക്ക് വരാനുള്ള ഒരു വഴിയാണ് ഇവരെല്ലാം കൂടി കാട്ടിക്കൂട്ടിയിരിക്കുന്നത്. MP-മാർ മത്സരിക്കാമെന്നുണ്ടാകുന്ന പറഞ്ഞ് ഇവർ കിടന്ന് മത്സരം ഇവർ ഉടക്കിയതിൻ്റെ ഒറ്റ കാരണമേ ഉള്ളൂ, അത് ഈ ഇലക്ഷനിൽ ഗുണമുണ്ടാക്കാനല്ല. ഇത് ക്രൂഷ്യൽ ഇലക്ഷനാണ്. എല്ലാ പ്ലെയേഴ്സിനെയും ഇടയ്ക്ക് പരീക്ഷിക്കേണ്ട സമയമല്ലേ. കഴിവുള്ള MP-മാർ എക്സെപ്ഷൻ കൊടുക്കണം, ചിലരെ ഇറക്കിയേ പറ്റൂ, അങ്ങനെയല്ലേ പറയണ്ടേ. MP-മാരെ ഇറക്കരുതെന്ന് ഇവർ പറഞ്ഞത് കോൺഗ്രസിനോ UDF-നോ കേരളത്തിനോ ഗുണമുണ്ടാകാനല്ല. ഇവർക്ക് ആ മുഖ്യമന്ത്രി കസേരയിൽ ഒന്ന് കയറിയിരിക്കണം. അല്ലെ ഞങ്ങൾക്ക് കിട്ടിയില്ല, നിനക്ക് വേണ്ട. അതായത് പട്ടി കൊണ്ട് തിന്നത്തുമില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കത്തില്ല, പുല്ല്. ഇതാണ് സാറെ സംഭവിക്കുന്നത്. വളരെ വേദനയോടുകൂടിയാണ് ഈ വോയിസ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.